നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡീസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ഗസയിലുള്ളവർക്ക് ഭക്ഷണം തടയരുതെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു. ഗസയിൽ പട്ടിണി മരണങ്ങൾ തടയാനുള്ള സമയം അവസാനിക്കുന്നുവെന്ന് UN മുന്നറിയിപ്പ് നൽകി. അതേസമയം ഗസയിൽ കുട്ടികളുടെ പട്ടിണി മരണം തുടരുകയാണ്. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഭക്ഷണമില്ല, വെള്ളമില്ല, മരുന്നുകളില്ല, അവശ്യ സാധനങ്ങളൊന്നുമില്ല. വലിയൊരു മാനുഷിക ദുരന്തത്തിനാണ് നമ്മളെല്ലാവരും തന്നെ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഭക്ഷണം വിലക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഇസ്രായേൽ നിലപാട്? അവിടുത്തെ തീർച്ചയായിട്ടും UN-ഉം അതോടൊപ്പം തന്നെ UN-ന്റെ ഭാഗമായിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വടക്കൻ ഗസയിലേക്കും മറ്റും ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും നിഷേധിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള നടപടിയാണ്. ഇത് ഇനിയും തുടരുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള കൂട്ടമരണങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരു മുന്നറിയിപ്പാണ് UN ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും നൽകുന്നത്. അല്പം മുമ്പ് ആംനസ്റ്റി ഇന്റർനാഷണലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ മരണം, അതും പോഷകാഹാരക്കുറവും അതോടൊപ്പം തന്നെ നിർജ്ജലീകരണവും കാരണം ആ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭിക്കാതെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു ജനത മാറിയിട്ടും ശക്തമായിട്ടുള്ള ഒരു നടപടിയും ഇസ്രായേൽ കൈക്കൊള്ളുന്നില്ല. ഇത്രയേറെ അന്തർദേശീയ സമ്മർദ്ദമുണ്ടായിട്ടും ആവശ്യത്തിന് ട്രക്കുകൾ നിറയെ ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നില്ല. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ട്രക്കുകൾ വിലക്കുന്ന നടപടിയും ഇസ്രായേൽ തുടരുകയാണ്. ഇത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ ആവില്ല എന്നാണ് അന്താരാഷ്ട്ര വേദികളും യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളും എല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം നടക്കുന്നില്ല. ഇതിനെ മറികടക്കാനുള്ള ഭാഗമായിട്ട് എയർ ഡ്രോപ്പ് ചെയ്യുക ഉൾപ്പെടെയുള്ള അപ്രായോഗികവും അതേസമയം ഒട്ടും പര്യാപ്തവുമല്ലാത്ത നടപടികൾ മാത്രമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും തൃപ്തികരമായിട്ട് ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാവുന്ന ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നിർഭാഗ്യകരമായിട്ടുള്ള പല സംഭവങ്ങളും അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ലബനാനുമായിട്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ട് നടന്ന സൈനിക ആക്രമണത്തിൽ പ്രധാനമായിട്ടും പോർവിമാനങ്ങളും മറ്റും വലിയ തോതിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ദക്ഷിണ ലബനാനിലെ പല ഭാഗങ്ങളിലും ആക്രമണം വളരെ വലിയ തോതിൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ദക്ഷിണ ലബനാനിൽ 9 പേർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിൽ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. അതിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് മിസൈൽ ആക്രമണങ്ങൾ ലബനാനിൽ നിന്ന് ഇസ്രായേൽ ഭാഗത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണത്തിന്റെ കടുപ്പവും കൂടിക്കൊണ്ടുവരികയാണല്ലോ. ഇന്ന് ഇപ്പോൾ 4 മണി തൊട്ടുള്ള വാർത്തകളിലൊക്കെ നമ്മൾ അപ്പോൾ തൊട്ട് വായിക്കുകയാണ്. നിരായുധരായ 2 പേരെ സൈന്യം വെടിവെച്ചു കൊന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അവിടുത്തെ തീർച്ചയായിട്ടും ഇത് 2 ഭാഗങ്ങളിലും നടക്കുകയാണ്. വടക്കൻ അതിർത്തി കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 5.5 മാസത്തിലധികമായിട്ട് ഗസ ഭാഗങ്ങളിൽ തുടരുന്ന ആക്രമണങ്ങൾ. ഇപ്പോൾ റഫേലേക്ക് ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന് അമേരിക്കൻ നേതൃത്വം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടും അതിന് യാതൊരു നിലക്കും ഒരു പരിഗണന പോലും കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു സമീപനം കൂടിയാണ് നെതന്യാഹു സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് റഫേലെ പല ഭാഗങ്ങളിലേക്കും ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആക്രമണവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമെന്ന നിലക്കായിരിക്കണം അല്പം മുമ്പ് അമേരിക്കയിലെ പ്രതിനിധികൾ ഒരുമിച്ച് തന്നെ ഒരു കത്ത് ബൈഡന് കൈമാറിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ റഫേക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അത് നിരസിക്കുന്ന ഇസ്രായേലിന്റെ ഈ സമീപനം അംഗീകരിക്കാനാവില്ല. ശക്തമായിട്ടുള്ള താക്കീത് ഇസ്രായേലിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിനിധികളാണ് ഒപ്പുവെച്ചൊരു കത്ത് ബൈഡന് കൈമാറിയിരിക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നിലക്കുള്ള കടുത്ത നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഗസയിലെ ജീവിതം അല്ലെങ്കിൽ ഗസയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ കൂടുതൽ ദുരിതപൂർണമായിട്ട് മാറുമെന്ന കാര്യം ഉറപ്പാണ്. അമൃത. MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഗസ യുദ്ധത്തിൽ പരിക്കേറ്റ കുട്ടികളും ക്യാൻസർ രോഗികളും അടങ്ങുന്ന 14ാമത് സംഘം ചികിത്സയ്ക്കായി അബുദാബിയിലെത്തി. കുട്ടികളടക്കം 34 ചികിത്സ ആവശ്യമുള്ളവരും 64 കുടുംബാംഗങ്ങളുമാണ് കഴിഞ്ഞ ദിവസം അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ വിമാനത്താവളത്തിൽ നിന്ന് അതിവേഗം ആശുപത്രിയിലേക്ക് മാറ്റി. ഫലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും ക്യാൻസർ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായാണ് സംഘം UAEയിൽ എത്തിയത്. ഈജിപ്തിലെ അൽ ആരിഷ് വിമാനത്താവളം വഴിയാണ് ഇവരെ UAEയിലേക്ക് എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളും ചികിത്സ തേടി എത്തിയവരിലുണ്ട്. UAEയുടെ സഹായത്തിന് രോഗികളുടെ കുടുംബാംഗങ്ങൾ നന്ദി അറിയിച്ചു.
പരിക്കേറ്റ 585 കുട്ടികളടക്കം 1154 പേർ മുമ്പ് ചികിത്സയ്ക്കായി ഫലസ്തീനിൽ നിന്ന് അബുദാബിയിലെത്തിയിട്ടുണ്ട്. അൽ അരിഷ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റലും ദക്ഷിണ ഗസ മുനമ്പിൽ ഒരു ഫീൽഡ് ഹോസ്പിറ്റലും സ്ഥാപിച്ച് UAE വൈദ്യസഹായം ലഭ്യമാക്കുന്നുണ്ട്. ഇതിനകം ഫലസ്തീനികൾക്കായി ഭക്ഷണം, വെള്ളം, മെഡിക്കൽ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ 21,000 ടൺ അടിയന്തര സാധനങ്ങൾ UAE എത്തിച്ചിട്ടുണ്ട്. 213 വിമാനങ്ങൾ, 8 എയർ ഡ്രോപ്പുകൾ, 946 ട്രക്കുകൾ, 2 കപ്പലുകൾ എന്നിവയിലൂടെയാണ് സഹായങ്ങൾ അയച്ചത്. മീഡിയ 1 അബുദാബി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ ഭൂമിയുടെ 8,000 ഹെക്ടർ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ കുവൈത്ത് അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN പ്രമേയങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രായേൽ ഫലസ്തീൻ ഭൂമി തുടർച്ചയായി പിടിച്ചെടുക്കുന്നതും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളും സ്വത്തുക്കളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല. മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ അട്ടിമറിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ആടുജീവിതത്തിലെ നജീബ് അനുഭവിച്ച ക്രൂരതകളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അറബ് നടൻ റിക് അബെ. ദുബൈയിൽ സിനിമയുടെ കന്നി പ്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള സിനിമകളിൽ ഇനിയും അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും റിക് അബെ പറഞ്ഞു. I meant Najib. Well, you see, I can't even tell the difference between Prithviraj and Najib. I don't know who's who, right? So the thing about Najib was... ആടുജീവിതത്തിൽ നജീബിന്റെ മസ്ര ഉടമകളിൽ ഒരാളുടെ വേഷം കൈകാര്യം ചെയ്യുന്ന നടനാണ് റിക് അബെ. നജീബിനുണ്ടായ ദുരനുഭവം ആർക്കും സംഭവിക്കാം. എന്നാൽ നേരിടേണ്ടി വന്ന ക്രൂരതകളുടെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ പഴിക്കാനാവില്ല. What happened to Najib, I guess, can happen to anyone. And, we have this old saying in Arabic, all your fingers are not the same. So we can always meet people from different parts of the world, but that doesn't represent those people from that part of the world. ബെന്യാമിന്റെ നോവൽ സ്ക്രീനിലെത്തിക്കാൻ പൃഥ്വിരാജും ബ്ലെസ്സിയും എടുത്ത പരിശ്രമങ്ങൾ അമ്പരപ്പിക്കുന്നതാണെന്ന് റിക്ക് പറഞ്ഞു. We took inspiration from the lead actor Prithviraj, who did an extraordinary job. And I have said before that for him to gain and lose weight is very, very dangerous. And the fact that he was able to do it successfully was amazing. ആടുജീവിതത്തിലെ നജീബിനെ നേരിൽ കണ്ടിരുന്നു. പിന്നീട് പൃഥ്വിരാജിനെ കണ്ടപ്പോൾ തനിക്ക് രണ്ടുപേരെയും മാറിപ്പോകുന്ന വിധം സാമ്യം അനുഭവപ്പെട്ടു. അസാമാന്യ പ്രതിഭകളാണ് മലയാള സിനിമാ പ്രവർത്തകരെന്ന് നിരവധി ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച റിക് അബെ പറഞ്ഞു. But what I love most, and I've said this before, nothing can stop Malayalis from doing whatever they needed to do. I mean, just this unconquerable spirit is something that we can all learn from, and I think that is the whole message behind the film, is never to give up. If never to give up was a group of people, it would have to be Malayalis. സുഡാൻ വേരുകളുള്ള റിക് അബെ വർഷങ്ങളായി UAE-യിലാണ് താമസം. ഹോളിവുഡ് സിനിമകൾക്ക് പുറമെ നിരവധി ഇമറാത്തി സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. സൗദിയിൽ അനധികൃത ടാക്സികൾക്കെതിരെ പരിശോധന കൂടുതൽ ശക്തമാക്കി. വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നായി 1000-ലധികം പേർ അറസ്റ്റിലായി. 300-ലധികം കാറുകൾ പിടിച്ചെടുത്തു. റമദാൻ 1 മുതലാണ് സൗദിയിൽ അനധികൃത ടാക്സികൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന. പരിശോധനയിൽ റമദാനിലെ ആദ്യ 8 ദിവസങ്ങൾക്കുള്ളിൽ 418 പേരെ ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് റമദാൻ 9 മുതൽ 16 വരെയുള്ള 8 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും 645 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ പ്രത്യേക പരിശോധനാ ക്യാമ്പയിനിലൂടെ അറസ്റ്റിലായവരുടെ എണ്ണം 1063 ഉയർന്നു. കൂടാതെ അനധികൃത ടാക്സിയായി ഉപയോഗിച്ച 305 കാറുകൾ അധികൃതർ പിടിച്ചെടുക്കുകയും ചെയ്തു. അറസ്റ്റിലായവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. കൂടാതെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ ചിലവുകളും നിയമലംഘകർ വഹിക്കേണ്ടി വരും. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും അധികൃതർ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായും സഹകരിച്ചുകൊണ്ടാണ് പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. പ്രമുഖ ഭക്ഷ്യ പ്രിസർവേറ്റീവായ ഹൈഡ്രോജനറേറ്റഡ് എണ്ണയ്ക്ക് UAE-യിൽ ഉടൻ നിരോധനം വന്നേക്കുമെന്ന് സൂചന. ഹോട്ടലുകളിലും മറ്റും ഭക്ഷണം കേടുകൂടാതെ കൂടുതൽ കാലം ഫ്രഷായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് ഹൈഡ്രോജനേറ്റഡ് എണ്ണ. കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള ഫെഡറൽ നാഷണൽ കൌൺസിൽ യോഗത്തിൽ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ഡോക്ടർ അംന അൽദഹക്കാണ് ഈ എണ്ണയുടെ നിരോധനം സംബന്ധിച്ച വിഷയമുന്നയിച്ചത്. ഹൈഡ്രോജനറേറ്റഡ് എണ്ണയുടെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് FNCയുടെ വിലയിരുത്തൽ.
നിലവിൽ FNC ഭാഗിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹോട്ടലുകളും മറ്റും ഇത് ചെറിയ തോതിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ ഭക്ഷ്യവ്യവസായ രംഗത്ത് ഹൈഡ്രോ ജനറേറ്റഡ് എണ്ണയുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുന്നതിനാണ് ഈ നീക്കം. അതേസമയം പൂർണ്ണ നിരോധനം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുമ്പായി ചില മാനദണ്ഡങ്ങളും നിലവാരവും പാലിക്കുന്നതിനായി സ്ഥാപനങ്ങൾക്ക് നിശ്ചിത കാലയളവ് അനുവദിക്കും. തുടർന്ന് നിരോധനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പ്രധാന അതോറിറ്റികൾ നിരീക്ഷിക്കുകയും ചെയ്യും. മീഡിയ 1 ദുബൈ. ഖത്തറിൽ ഈദിയ ATMകൾ പ്രവർത്തനം തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 ഇടങ്ങളിലാണ് ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഈദിയ ATMകൾ സ്ഥാപിച്ചത്. പൊതുജനങ്ങൾക്ക് 5, 10, 50, 100 റിയാലുകളുടെ നോട്ടുകൾ ATMിൽ നിന്ന് പിൻവലിക്കാം. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും പ്രിയപ്പെട്ടവർക്കും സമ്മാനമായി നൽകുന്നതിനാവശ്യമായ കറൻസികൾ ലഭ്യമാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ദുബൈ നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ റാസൽ ഖോർ റോഡ് വീതി കൂട്ടി വികസിപ്പിക്കുന്ന പദ്ധതി പൂർത്തിയായി. ബുഖത് റക്കവല മുതൽ അൽഖൈൽ റോഡ് കവല വരെയാണ് 2 ഭാഗത്തേക്കും 3 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് വികസിപ്പിച്ചത്. 3 ലൈനുകളായിരുന്ന റോഡ് 4 ലൈനുകളാക്കിയാണ് വികസിപ്പിച്ചത്. ദുബൈ അൽലൈൻ റോഡിന്റെ ദിശയിലേക്ക് റാസൽ ഖോർ റോഡിൽ നിന്ന് തിരിയുന്ന ഉപറോഡ് 1 നിന്ന് 2 വരെയായി ഏപ്രിൽ മാസത്തോടെ വികസിപ്പിക്കും. ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദുബായ് നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ ലക്ഷ്യമിട്ടാണ് RTA പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ നഗരവൽക്കരണവും ജനസംഖ്യാ വർധനവുമുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും വികസനം നടപ്പിലാക്കുന്നത്. നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥലവും വിവിധ റെസിഡൻഷ്യൽ വ്യാവസായിക മേഖലകളിലായി ഏകദേശം 6.5 ലക്ഷം പേർ താമസിക്കുകയും ചെയ്യുന്നയിടവുമാണ് റാസൽ ഖോർ റോഡ്. റോഡ് വികസനം 2 ദിശയിലേക്കുമുള്ള ഗതാഗതം മെച്ചപ്പെടുത്തുന്നതാണ് നിലവിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ. മീഡിയ 1 ദുബായ്. ഖത്തറിലെ തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ തൃശൂർ ജില്ലാ സൗഹൃദവേദി ഇഫ്താർ വിരുത്ത് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. യൂസഫ് പുൽപ്പറ്റ റമദാൻ സന്ദേശം നൽകി. അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ജയറാം സ്വാഗതം പറഞ്ഞു. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ പ്രവാസികൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് റിയാദിൽ കേളി സംഘടിപ്പിച്ച EMS AKG അനുസ്മരണ യോഗം. ജനവിരുദ്ധ നയങ്ങൾ രാജ്യത്തിനാകമാനമുണ്ടാക്കിയ വലിയ ദുരന്തങ്ങൾക്കും നടുവിലാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നുവന്നിട്ടുള്ളത്. ഇതിനെതിരായ വിധിയെഴുത്താകണം തെരഞ്ഞെടുപ്പെന്നും യോഗം ആവശ്യപ്പെട്ടു. ബഹുസ്വരതയും സമത്വവും തിരിച്ചുകൊണ്ടുവരാനുള്ള പോരാട്ടത്തിൽ അണിചേർന്ന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ രാജ്യസ്നേഹിയുടെയും കടമയെന്ന് EMS AKG അനുസ്മരണ യോഗം റിയാദിൽ ആവശ്യപ്പെട്ടു. വില കൊടുത്തു വാങ്ങാനാവാത്ത രാജ്യതാൽപര്യങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ജനപ്രതിനിധികളാകണം തെരഞ്ഞെടുക്കപ്പെടുന്നവരെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ലോക കേരള സഭാ അംഗവും കേളി രക്ഷാധികാരി സെക്രട്ടറിയുമായ KPM സാദിഖ് പറഞ്ഞു. കേളി പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയുമെല്ലാം ജീവിതം ദുരിതത്തിലാക്കുന്ന കേന്ദ്രഭരണം അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ള അനുസ്മരണ യോഗം ആവശ്യപ്പെട്ടു. കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം, ഗീവർഗീസ് ഇടിച്ചാണ്ടി, സീബ കൂവോട്, സുനിൽകുമാർ, സുരേഷ് ലാൽ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 റിയാദ്. സൗദിയിലെ ICFന്റെ സക്കാക സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ബദർ സ്മൃതിയും സംഘടിപ്പിച്ചു. അൽജൌഫിലെ സക്കാക ICF ഹാളിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് പ്രവാസികൾ പങ്കെടുത്തു. ICF നാഷണൽ പബ്ലിക്കേഷൻ സെക്രട്ടറി അബ്ദുൾ റഷീദ് സഖാഫി മുക്കം ബദർ സന്ദേശ പ്രഭാഷണം നടത്തി. സഖാകയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. സൈനുൽ ആബിദ് ഹിഷാമി, ഉബൈദ് താനൂർ, യൂസഫ് മുസ്ലിയാർ, അബ്ദുള്ള കോറാട്, മുഹമ്മദ് കുട്ടി കടങ്കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷദ്വീപ് കിൽത്താൻ ദ്വീപിലെ ഹാദിയായ ഷമൂൻ ഫൈസി അന്തരിച്ചു. മദീനയിലെ ജർമ്മൻ ആശുപത്രിയിലാണ് മരണം. ഉംറ നിർവഹിക്കാൻ മദീനയിലെത്തിയപ്പോൾ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ക്രിസ്തുവിന്റെ അന്ത്യാത്താഴ വിരുന്നിന്റെ ഓർമ്മ പുതുക്കി കുവൈത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പെസഹ അപ്പം വിതരണവും നടന്നു. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക പെസഹ പെരുന്നാൾ ആചരിച്ചു. കുവൈത്ത് മഹാ ഇടവകയുടെ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത, ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ, സഹവികാരി ഫാദർ ലിജു കെ പൊന്നച്ചൻ, ഫാദർ ഗീവർഗീസ് ജോൺ, ഫാദർ റിനിൽ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ഇടവകാംഗങ്ങളുടെ ഭവനങ്ങളിൽ തയ്യാറാക്കിയ പെസഹ അപ്പത്തിന്റെ വിതരണവും നടന്നു. വൈകിട്ട് സാൽമിയ സെന്റ് മേരീസ് ചാപ്പലിൽ യുഹാനോൻ മാർ പോളികാർ
സർവീസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഫാദർ സിജിൽ ജോസ് വിലങ്ങാൻപാറ നേതൃത്വം നൽകി. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കോമ്പൗണ്ടിൽ നടന്ന കുർബാനയിലും ശുശ്രൂഷകളിലും കുവൈത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. കുവൈറ്റ് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയിലെ പെസഹ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ ജേക്കബ് കല്ലിച്ചത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഹമ്മദി സെന്റ് പോൾസ് ദേവാലയത്തിൽ വച്ച് നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ എബ്രഹാം PJ നേതൃത്വം നൽകി. വിശുദ്ധ വാരാചരണത്തിലെ 5ാം ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാന, കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി, ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്റർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും സ്മരിക്കും. മീഡിയ 1 കുവൈത്ത്. UAEയിലും ക്രിസ്ത്യൻ വിശ്വാസി സമൂഹം പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക പെസഹ ശുശ്രൂഷകൾക്ക് ജോൺസൺ കല്ലിട്ടേതിൽ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി എൽദോ എംപോൾ, സഹവികാരി മാത്യു ജോൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സെന്റ് മൈക്കിൾ ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് ഫാദർ ജോസ് വട്ടകുളത്തിൽ കാർമ്മികത്വം വഹിച്ചു. OICC ദാമാം കോട്ടയം ജില്ലാ കമ്മിറ്റി ലേബർ ക്യാമ്പിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ദാമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ക്യാമ്പിൽ സംഘടിപ്പിച്ച വിരുന്നിൽ OICC റീജിയണൽ പ്രസിഡന്റ് EK സലീം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ബിനു, ശശി ആലൂർ എന്നിവർ സംബന്ധിച്ചു. ബിനു പുരുഷോത്തമൻ, ജോസൻ ജോർജ്, ജോബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. റമദാൻ അവസാന 10ലേക്ക് പ്രവേശിക്കാനിരിക്കെ വിശ്വാസികൾക്ക് ഇത്തികാഫിനുള്ള പള്ളികൾ സജ്ജമാക്കി ഖത്തർ മതകാര്യ മന്ത്രാലയം. 189 പള്ളികളാണ് ഇത്തവണ സൗകര്യമുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ 75 പള്ളികളിൽ അധികം സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വെബ്സൈറ്റ് വഴി പള്ളികളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് പരിശോധിച്ച് വിശ്വാസികൾക്ക് തങ്ങളുടെ മേഖലകളിലെ പള്ളികൾ കണ്ടെത്താം. ദോഹ, അൽഖോർ, വക്ര, ഷഹാനിയ, ഉംസലാൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിക്കാഫിരിക്കാൻ പള്ളികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസപ്രകാരം അവസാന 10ലാണ് വിശ്വാസികൾ പള്ളികളിൽ ഖുർആൻ പാരായണവും നമസ്കാരവും പ്രാർത്ഥനയുമായി സജീവമായി ഇരിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കൊപ്പം എത്തിക്കാഫിരിക്കാനാണ് അനുമതിയുള്ളത്. പള്ളിയും പരിസരവും ശുചിയായി സൂക്ഷിക്കണമെന്നും ആരാധനയ്ക്കെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ സംസാരമോ പെരുമാറ്റമോ പാടില്ലെന്നും മതകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മീഡിയ 1 ദോഹ. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി ഖുറാൻ പാരായണ മത്സരവും ജനകീയ ഇഫ്താറും സംഘടിപ്പിക്കുന്നു. ഖുറാൻ മുസാബഖ സീസൺ 4ന്റെ ഫൈനൽ മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 70ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓനംപള്ളി മുഹമ്മദ് ഫൈസി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഖുറാനും ശാസ്ത്രവും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സിംപോസിയവും നടക്കും. എറണാകുളം ജില്ലാ മുസ്ലിം അസോസിയേഷൻ ഖത്തർ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഹബീബ് റഹ്മാൻ കിഴിശ്ശേരി റമദാൻ സന്ദേശം നൽകി. എഡ്മാക് പ്രസിഡന്റ് ഉസ്മാൻ യൂസഫ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ, എഡ്മാക് വൈസ് പ്രസിഡന്റ് സുധീർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. എഡ്മാക് സെക്രട്ടറി അബ്ദുൽ സലാം സ്വാഗതം ആശംസിച്ചു. ദമാം അൽ ഖോബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് ഇഫ്താർ സംഗമവും വാർഷിക ജനറൽ ബോഡിയും സംഘടിപ്പിച്ചു. രാജു കെ ലൂക്കോസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മുജീബ് കളത്തിൽ റമദാൻ സന്ദേശം നൽകി. ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ഇക്ബാൽ ആനമങ്ങാടിനെ പ്രസിഡന്റായും, ഫൈസൽ ബാബു എടത്തനാട്ടുകരയെ ജനറൽ സെക്രട്ടറിയായും, ലഷിൻ മണ്ണാർക്കാടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഫത്തീൻ പാലക്കാടിനെ ടീം മാനേജറായും, രാജു കെ ലൂക്കാസിനെ ചെയർമാനായും തെരഞ്ഞെടുത്തു. ആശി നെല്ലിക്കുന്ന്, ഷരീഫ് മാണൂർ, നിസാർ എടത്തനാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 4 വർഷമായി റമദാനിൽ എല്ലാ ദിവസവും ഇഫ്താറിനൊപ്പം ഫോട്ടോഗ്രാഫി പരിശീലനം ഒരുക്കി വ്യത്യസ്തനാവുകയാണ് ദുബൈയിലെ ഒരു മലയാളി ഫോട്ടോഗ്രാഫർ. ഇഫ്താർ ഫോട്ടോ ടോക്ക് എന്ന് പേരിട്ട ഈ പരിപാടിയിൽ വിവിധ രാജ്യക്കാരെത്തി ഫോട്ടോഗ്രാഫി പരിശീലനം നൽകും. തൃശൂർ ഏങ്ങണ്ടിയൂർ സ്വദേശിയായ ഷാജി ഷൺമുഖനാണ് ഈ വേറിട്ട സംരംഭത്തിന് പിന്നിൽ. ബർദുബൈയിലെ ബുർജുമാൻ മാളിലാണ് ഇഫ്താർ ഫോട്ടോ ടോക്കിന്റെ വേദി. റമദാനിൽ എല്ലാ ദിവസവും ഇവിടെ ഇഫ്താറിനൊപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഫോട്ടോഗ്രാഫർമാർ ക്ലാസ് എടുക്കും. ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളി ഫോട്ടോഗ്രാഫർ ഷാജി ഷൺമുഖൻ കോവിഡ് കാലത്താണ് ഇത്തരമൊരു പതിവിന് തുടക്കം കുറിച്ചത്.
ഇതിനകം 100 കണക്കിന് ഫോട്ടോഗ്രാഫർമാർ ഇഫ്താർ ഫോട്ടോ ടോക്കിൽ ക്ലാസ് എടുക്കാനെത്തി. ക്ലാസ് എടുത്തവർ ഇത്രയും നാളായിട്ട് ഒരു 112 ഇൻഡിവിജ്വൽസ് നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് 30 നാഷണാലിറ്റീസ് ആണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇഫ്താർ ഫോട്ടോ ടോക്ക് സമയത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും, ഇത് ഒരു പെർട്ടിക്കുലർ നാഷണാലിറ്റിയെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ 20 ദിവസത്തെ ഇഫ്താർ ഫോട്ടോ ടോക്കിൽ 13 നാഷണാലിറ്റിയിലെ ആൾക്കാരാണ് പങ്കെടുത്തുള്ളത്. ഫോട്ടോഗ്രാഫി മേഖലയിലെ വിവിധ ബ്രാൻഡുകളാണ് ഇഫ്താറിന്റെ ചെലവ് വഹിക്കാൻ മുന്നോട്ട് വരാറ്. സ്പോൺസർമാരില്ലാത്ത പശ്ചാത്തലത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കിയും ഇതിനുള്ള ചെലവ് കണ്ടെത്താറുണ്ട്. 20 മുതൽ 120 വരെ പേർ ഇഫ്താർ ഫോട്ടോടോക്കിൽ പങ്കെടുക്കുമെന്ന് ഷാജി ഷൺമുഖൻ പറഞ്ഞു. ഇതോടൊപ്പം ഫോട്ടോഗ്രഫി മത്സരവും നടക്കും. മത്സരിക്കുന്ന ചിത്രങ്ങൾ പലതും ബുർജുമാൻ മാളിന്റെ ചുവരുകളിൽ അലങ്കാരമായി ആസ്വദിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈ വർഷം റൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഷാജി ഷൺമുഖൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്രാവശ്യം ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ട്, അതെല്ലാവരും പങ്കെടുക്കണം. റൈറ്റ് ഇൻ ദി ഹാർട്ട് എന്നാണ് ആ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിന്റെ പേര്. ഐദർ ബർജുമാൻ സെന്റർ മാളിൻ്റെ ഉള്ളിലോ അതോ ബർജുമാൻ മാളിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലോ വെച്ച് ആ ഒരു സബ്ജക്റ്റ് വെച്ച് പടം എടുക്കുക. ഏപ്രിൽ 30 മുമ്പ് അത് സബ്മിറ്റ് ചെയ്യുക. അല്ല, നമ്മൾ സംഘടിപ്പിക്കുന്നത്, നമ്മളും ബർജുമാനും കൂടി സംഘടിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് 10,000 ദിറംസും സെക്കൻഡ് പ്രൈസ് 5,000 ദിറംസും തേർഡ് പ്രൈസ് 2,000 ദിറംസും ആണ്. ഇഫ്താർ ഫോട്ടോടോക്കിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോട്ടോഗ്രാഫി ഉൽപ്പന്ന വിതരണ സ്ഥാപനമായ ഐബ്രാൻഡ് കണക്റ്റിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി സംഘാടകരെ ബന്ധപ്പെടാം. മീഡിയ 1 ദുബായ്. പാലക്കാട് പ്രവാസി അസോസിയേഷൻ കുവൈത്ത് ഇഫ്താർ സംഗമം നടത്തി. റിഗായ് സിംഫണി ഹാളിൽ നടന്ന മീറ്റ് PM കുമാർ ഉദ്ഘാടനം ചെയ്തു. സക്കീർ പുതുനഗരം അധ്യക്ഷത വഹിച്ചു. കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. സക്കീർ ഹുസൈൻ തുവ്വൂർ ഇഫ്താർ സന്ദേശം നൽകി. ബിജു കടവിൽ, സൂരജ്, അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പ്രേംരാജ്, ബിജു CP, രാജേഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈത്ത് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മംഗഫ് മെമ്മറീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നിയാസ് ഇസ്ലാഹി റമദാൻ പ്രഭാഷണം നടത്തി. ജേക്കബ് ബേബി അധ്യക്ഷത വഹിച്ചു. ഡൈജിൽ, ഡെയ്സി ബെന്നി, രാജേഷ് മാത്യു എന്നിവർ ഇഫ്താർ മീറ്റിന് നേതൃത്വം നൽകി. കുവൈറ്റ് KMCC കുന്നമംഗലം മണ്ഡലം കമ്മിറ്റി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണം സംഘടിപ്പിച്ചു. ബഹബുല്ല കാലിക്കറ്റ് ലൈഫ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സെയ്ദ് മുഹമ്മദ് ബാബ അധ്യക്ഷനായിരുന്നു. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ യോഗം ആഹ്വാനം ചെയ്തു. KMCC സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ, കേന്ദ്ര ഭാരവാഹികളായ ഹാരിസ് വള്ളിയോത്ത്, ഫാസിൽ കൊല്ലം, മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക കുവൈത്ത് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ ബദ്ദ അൽ മുതൈരിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവര സാങ്കേതിക മേഖലയും സാംസ്കാരിക മേഖലയിലെ സഹകരണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യ കുവൈത്ത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. അന്താരാഷ്ട്ര സർവീസുകൾക്കൊരുങ്ങി സൗദിയിലെ റെഡ് സീ വിമാനത്താവളം. അടുത്ത മാസം പകുതിയോടെ വിമാനത്താവളത്തിൽ നിന്ന് സൗദിക്ക് പുറത്തേക്ക് വിമാനം പറക്കും. ഫ്ലൈ ദുബൈയാണ് സർവീസ് ആരംഭിക്കുന്നത്. ആഴ്ചയിൽ 2 സർവീസുകൾ വീതം കമ്പനി നടത്തും. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ സൗദിയിലെ റെഡ് സീ വിമാനത്താവളത്തിൽ നിന്നും അന്താരാഷ്ട്ര സർവീസുകൾക്ക് തുടക്കമാകുന്നു. ഏപ്രിൽ 18 ആദ്യ അന്താരാഷ്ട്ര വിമാനം എയർപോർട്ടിൽ പറന്നിറങ്ങുമെന്ന് വിമാനത്താവള കമ്പനി വ്യക്തമാക്കി. ഫ്ലൈ ദുബൈയാണ് ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ദുബൈ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കാണ് നേരിട്ട് സർവീസ് നടത്തുക. ആഴ്ചയിൽ 2 വീതം സർവീസുകളാണ് തുടക്കത്തിൽ ഉണ്ടാകുക. നിലവിൽ സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് മാത്രമാണ് വിമാനത്താവളത്തിൽ നിന്നും ആഭ്യന്തര സർവീസുകൾ നടത്തിവരുന്നത്. ആഴ്ചയിൽ 6 സർവീസുകളാണ് സൗദിയ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വിമാനത്താവളത്തിൽ നിന്നും സർവീസുകൾക്ക് തുടക്കമായത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന എല്ലാ സഞ്ചികൾക്കും ഈ വർഷം ജൂൺ മുതൽ ദുബൈയിൽ വിലക്ക് ഏർപ്പെടുത്തും. പുനരുപയോഗ സാധ്യതയുള്ള സഞ്ചികൾ മാത്രമാണ് വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇനി അനുവദിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾക്കും പേപ്പർ സഞ്ചികൾക്കും വിലക്ക് ബാധകമാണ്. ഇവയുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ കടകളിൽ സഞ്ചികൾക്ക് 25 ഫിൽസ് വീതം നിലവിൽ ഈടാക്കുന്നുണ്ട്. ജൂൺ 1 മുതൽ ബയോഡീഗ്രേഡബിൾ ബാഗുകൾക്കും വിലക്കുണ്ടാകും. ഇത്തരം ബാഗുകൾക്ക് പ്രത്യേക റീസൈക്ലിംഗ് ആവശ്യമാണെന്നും മണ്ണിൽ ഉപേക്ഷിച്ചാൽ പ്ലാസ്റ്റിക് തരികൾ മണ്ണിൽ അവശേഷിക്കുമെന്നും ദുബൈ മുനിസിപ്പാലിറ്റി വിശദീകരിച്ചു. വിലക്ക് നിലവിൽ വന്നാൽ ബദൽ സഞ്ചികൾ നൽകാൻ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടാകില്ല. ബ്രെഡ്, പച്ചക്കറി, ഇറച്ചി, മത്സ്യം, ധാന്യം എന്നിവ പൊതിയാനും മാലിന്യങ്ങൾ ശേഖരിക്കാനും കൊണ്ടുപോകാനും മാത്രമായിരിക്കും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സഞ്ചികൾ അനുവദിക്കുക. നിരോധനം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 200 ദിർഹം മുതൽ 2000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്നും മുനിസിപ്പാലിറ്റി ചൂണ്ടിക്കാട്ടി.
മീഡിയ 1, ദുബായ്. ബ്രിട്ടൻ KMCCയുടെ ഈ വർഷത്തെ ഇഫ്താർ മീറ്റ് ലണ്ടനിലെ മാനോർ പാർക്കിൽ നടന്നു. 2000-ഓളം ആളുകൾ പങ്കെടുത്തു. ഇസ്ലാമിക പ്രഭാഷകൻ മലയമ്മ അബൂബക്കർ ബാഖവി, ലണ്ടൻ അസംബ്ലി മെമ്പർ ഉന്മേഷ് ദേശായി എന്നിവർ മുഖ്യാതിഥികളായി. ബ്രിട്ടൻ KMCC പ്രസിഡന്റ് അസൈനാർ കുന്നുമ്മൽ, ചെയർമാൻ കരീം മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഫോറക്സ് ട്രേഡിംഗ് പഠന കേന്ദ്രമായ ഡെൽറ്റ ഇന്റർനാഷണൽ ട്രേഡിംഗ് അക്കാദമി ദുബൈയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും അടുത്തു തന്നെ UK-യിലും അബുദാബിയിലും പുതിയ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും ഡെൽറ്റ അക്കാദമിക് ഡയറക്ടർ മുഹസിൻ മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. CEO മുഹമ്മദ് സഫീർ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് നസറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ട്രേഡിംഗ് അക്കാദമി ആയിരുന്നു ഡെൽറ്റ എന്ന് പറയുന്നത്. പിന്നീട് ഞങ്ങളെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഡെൽറ്റ ഇപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്കും വളർന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഡെൽറ്റ ലോജിസ്റ്റിക്സ് പാർട്ടിലേക്ക് വളർന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഡെൽറ്റ ട്രാവൽസ് ആൻഡ് ടൂറിസം ആ ഒരു ഏരിയയിലേക്കും ഡെൽറ്റ വളർന്നിട്ടുണ്ട്. ആ ഡെൽറ്റയെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റയുടെ ടൂറിസം ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ ഡെസ്റ്റിനേഷൻ എന്നാണ്. ലോജിസ്റ്റിക്സ് പാർട്ട് ക്ലിയർ ഷിഫ്റ്റ് ലോജിസ്റ്റിക്സ് എന്നും ഡെൽറ്റയുടെ ഇംഗ്ലീഷ് അക്കാദമിയെ ഡെൽറ്റ അക്കാദമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വരുന്ന ഒരു വർഷത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റയുടെ ട്രേഡിംഗ് അക്കാദമി ഞങ്ങൾ UK-യിലും അതുപോലെ തന്നെ അബുദാബിയിലേക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണുള്ളത്. അതുപോലെ തന്നെ ഡെൽറ്റയുടെ അക്കാദമി, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അക്കാദമി എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള GCC കൺട്രികളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ നിലവിലുള്ളത്. ട്രേഡിംഗ് ആണ് ഇപ്പോൾ നമുക്കറിയാലോ, UAE-യിലാണെന്നല്ല ലോകത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ട്രേഡിംഗ് ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സോ ആളുകളെ വ്യക്തമായിട്ട് ട്രേഡിംഗ് ടീച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കടമയാണ്. ധാരാളം സ്കാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഈ സ്കാമുകളെല്ലാം മറികടന്ന് ഈ സ്കാമുകളിലെല്ലാം അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ വ്യക്തമായിട്ടുള്ള അവയർനെസ്സും ഡെൽറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനോടകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷൻ കുവൈറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഹൈത്താൻ രാജധാനി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മീറ്റ് ഡോക്ടർ അമീർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഷബീർ മണ്ടോളി അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ ഫൈസി റമദാൻ സന്ദേശം നൽകി. അബു കോട്ടയിൽ, ഷരീഫ് PT, മുഹമ്മദ് റാഫി, അസീസ് തിക്കോടി, അഫ്സൽ ഖാൻ എന്നിവർ സംസാരിച്ചു. കമറുദ്ദീൻ, നജീബ് PV എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ABS എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി കുവൈറ്റ് ചാപ്റ്റർ ഇഫ്താർ മീറ്റ് നടത്തി. ഫർവാനിയ ഷെഫ് നൌഷാദ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച മീറ്റിൽ 1994 മുതൽ 2023 വരെ പഠിച്ചിറങ്ങിയവർ ഒത്തുചേർന്നു. റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. റയീസ്, റാഹിദ്, സിബി, സാജു, റസൽ, അജയ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒമാനിൽ വിദേശ നിക്ഷേപക കമ്പനികളിൽ സ്വദേശി നിയമനം നിർബന്ധമാകുന്നു. പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ ഒരു ഒമാനി പൌരനെയെങ്കിലും നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രാലയം അറിയിച്ചു. വിദേശ നിക്ഷേപക കമ്പനികളിൽ ഏപ്രിൽ മുതൽ ഒമാനി ജീവനക്കാരെ നിയമിച്ചു തുടങ്ങണമെന്നാണ് നിർദ്ദേശം. വിദേശ നിക്ഷേപകർ ഒമാനിൽ വാണിജ്യ സ്ഥാപനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഒമാനി പൌരനെ നിയമിക്കുകയും അവരെ സോഷ്യൽ ഇൻഷുറൻസിന്റെ ജനറൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും വേണമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ ഇക്കാര്യം മന്ത്രാലയം നടപ്പാക്കും. ഒരു വർഷത്തിനു ശേഷവും തൊഴിൽ ആവശ്യകതകൾ കമ്പനികൾ പാലിച്ചിട്ടില്ലെങ്കിൽ വിദേശ നിക്ഷേപക കമ്പനികൾക്കുള്ള ഇടപാടുകൾ നിരോധിക്കും. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കമ്പനികൾക്ക് 30 ദിവസത്തെ സമയം നൽകും. ഇതിനുശേഷവും പരിഹരിച്ചിട്ടില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം വിദേശ നിക്ഷേപകരുടെ വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കാനും അവരെ ഒമാനി നിക്ഷേപകനായി കണക്കാക്കാനുമുള്ള മന്ത്രിമാരുടെ കൌൺസിൽ തീരുമാനം രാജ്യത്ത് നടപ്പാക്കിയിരുന്നു. മീഡിയ 1 മസ്കത്ത്. തൃശൂർ സ്വദേശി ഒമാനിലെ അമീറാത്തിൽ മരിച്ചു. കുന്നംകുളം കൊച്ചന്നൂർ കല്ലുവെച്ച പീടികയ്ക്കടുത്ത് ചുങ്കം റോഡിൽ കുറ്റിയേരിയിൽ ഫവാസ് മുഹമ്മദാണ് മരിച്ചത്. മസ്കത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. നാട്ടിലെത്തിച്ച മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ കൊച്ചന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്യുമെന്ന് ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈസസ് ഒമാൻ ഭാരവാഹികൾ പറഞ്ഞു. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. റിയാദ് കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്.
കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 23 പൈസ, UAE ദിർഹം 22 രൂപ 70 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 90 പൈസ, ഒമാനി റിയാൽ 216 രൂപ 56 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 98 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 20 പൈസ.